ഹലോ ഗൈസ്, ഞാനൊരു എന്താ പറയുക വ്ളോഗ് നമ്മുടെ അസ്ലാം മാർലിയുടെ ഫേമസ് ആയില്ലേ ഈ അടുത്തായിട്ട് ഡ്രസ്സിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ വ്ളോഗ്സ് ഇങ്ങനെ കുറേ പേരുടെ ഒക്കെ കണ്ടു. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്, കൈസ്, ലൈഫ് ഓഫ് അനന്തു, ഈ 3 പേരിലും എനിക്ക് ഓക്കെ എന്ന് തോന്നിയത് ലൈഫ് ഓഫ് അനന്തു പറഞ്ഞ റിയാക്ഷനാണ്. ബാക്കി 2 പേരിൽ എനിക്ക് വിയേർഡായിട്ട് തോന്നിയത് കൈസ് പറഞ്ഞ കാര്യമാണ്. കൈസ് ഇങ്ങനെ ഒരു സ്ത്രീ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു, അത് തന്നെ ഒരു നികൃഷ്ടജീവിയുടെ തോട്ടാണെന്നാണ് പറഞ്ഞത്. എക്സ്ക്യൂസ് മീ, ഞാൻ ആ വീഡിയോ കണ്ടു. ആസ് എ പെണ്ണ് ഞാൻ ആ കമൻറ്റിൽ വൃത്തിയായിട്ട് പറഞ്ഞ ആണുങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലാണ്ട് ആസ് എ പെണ്ണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പം എനിക്ക് ആ പുള്ളിക്കാരത്തിലെ ഡ്രസ്സിങ് സ്റ്റൈല് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അങ്ങനെ ആയിപ്പോയി. കാരണം നമ്മുടെ ലോകത്ത് അല്ല, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ മലയാളം സൊസൈറ്റിയിൽ ഈ കണ്ണീർ എന്നൊക്കെ പറയുന്ന കുറേ ടീംസൊക്കെ ഉണ്ടല്ലോ. കണ്ണ് വെച്ച് ഓരോ ആൾക്കാരെ തളർത്തുന്ന ആൾക്കാർ ഇങ്ങനെ എത്രയോ പേരുണ്ട്. ഡെലിവറി കഴിഞ്ഞ് കൊച്ചിന് പാൽ കൊടുക്കുന്നതാണ്. അപ്പം അതിൻ്റെതായ വളർച്ചകളും കാര്യങ്ങളും ആ ബ്രസ്റ്റിലുണ്ടാകും, സ്വാഭാവികം. പക്ഷെ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഡ്രസ്സ് ഇടാണ്ടിരിക്കാൻ ശ്രമിക്കാറില്ല. അത് നല്ല രീതിക്ക് പറഞ്ഞെന്ന ആൾക്കാരെ അത് ഓക്കെ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. ചീത്ത രീതി പറഞ്ഞ ആൾക്കാരെ നീ എന്തുവേണേലും പറഞ്ഞു, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ നിന്റെ ഡ്രസ്സിങ് സ്റ്റൈലിൽ എനിക്ക് ആ വീഡിയോയിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആസ് എ ലേഡി ഞാൻ പറയാണ്. അപ്പം നമുക്കൊരു ബ്രസ്റ്റിന് കൂടുതലൊരു വളർച്ചയും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഷോളിട്ട് മറിച്ചിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ വീഡിയോ കൊടുക്കാം. പക്ഷെ നീ അത് ചെയ്തില്ല. ശരിയാണ്, നീ സെക്സ് എഡ്യൂക്കേഷൻ എടുക്കുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ലേഡീസ് ചില കാര്യങ്ങൾ നമ്മൾ അതിൽ കെയർഫുൾ ആവണ്ടേ? എല്ലാ കാര്യങ്ങളും നമുക്ക് അവനങ്ങനെ ചിന്തിച്ചില്ല, അവനങ്ങനെ വളർത്തി വിട്ടിട്ടാ, അവനങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്കൊരു പെങ്കൊച്ചുള്ളതാ, ഞാൻ അവളെ വളർത്തുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ അങ്ങനെ ഇരിക്കരുത്, മോളെ ഇങ്ങനെ ഡ്രസ്സ് ഇടരുത് എന്ന് പറയണത് നാളെ ഒരിക്കലും അവള് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കരുത്. അങ്ങനെ കാണുമ്പോഴാണ് ആണുങ്ങൾക്ക് ചില ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നുള്ളൂ. ഞാൻ പറയണത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തല്ല, ഞാൻ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തല്ല പറയണത്. പക്ഷെ എന്നാൽ നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് നമ്മൾ അടക്കൊതുക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാനും കുറേ കാര്യങ്ങൾ അങ്ങനെയല്ല, പക്ഷെ എന്നാലും നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞെന്നുള്ളൂ. അത്രയ്ക്ക് നമ്മൾ ഇതിൽ ചില ആൾക്കാർ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങനെ കാണുക. പിന്നെ ചിലവന്മാർ ഭയങ്കര വൃത്തികേടായിട്ട് പറയാനുണ്ട്, അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാമുള്ളത് നാറികൾ. അതിന് നീ കൊടുത്ത ഉത്തരം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നീ കൊടുത്ത ആ ഒരു റിയാക്ഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതായിട്ട് എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എല്ലാവരും അടിപൊളി ഇതാണെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഫൈൻ. പക്ഷേ അസ്ലാം, നിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എനിക്ക് ആ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടില്ല. നിനക്കൊരു ഷോൾ ഇട്ട് മറിച്ചിട്ട് ചെയ്യായിരുന്നു. ലൈഫ് ഓഫ് അനന്തു പറഞ്ഞ പോലെ പുള്ളിക്കാരൻ അത് നോട്ടീസ് ചെയ്ത് പറഞ്ഞു, ഇങ്ങനെയും ചിന്തിക്കാം അങ്ങനെയും ചിന്തിക്കാം. അപ്പം ഇനിയെങ്കിലും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നീ ഒരു മദറാണ്, അപ്പം നീ ഫീഡ് ചെയ്യുന്നൊരു മദറാണ്. അപ്പം അതിൻ്റെതായ ഒരു എന്താ പറയുക വളർച്ചയും കാര്യങ്ങളും പ്രശ്നം ഉണ്ടാകും. അപ്പം അത് നമ്മൾ മറ്റുള്ളവരെ ഇത് എക്സ്പോസ് ചെയ്യണമെന്നല്ല പറഞ്ഞു, ഓവറായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഷോൾ ഇട്ടോ അല്ലെങ്കിൽ അതറിയാത്ത രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ ഇട്ടോ നിനക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം എനിക്കത് പറയണമെന്നുണ്ടായി. ആസ് ഒരു എന്താ പറയുക ഒരു വ്യൂവർ എനിക്ക് എൻ്റെ കാര്യം എനിക്ക് പറയണമെന്നുണ്ടായി. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നീ ഇതിൽ വേറെ ബാഡായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു പെണ്ണാണ്, ഞാനും ഇതേ കണ്ടില്ലേ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞാനും ഇട്ടേക്കുന്നത്. പക്ഷേ അത് കാണിക്കുന്ന രീതിയുണ്ട്. നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവർ നമ്മളെ കാണണമെന്ന് വിചാരിക്കുന്നത്, എങ്ങനെയാണോ മറ്റുള്ളവർ നമ്മളെ നോക്കണമെന്ന് വിചാരിക്കുന്ന രീതിയുണ്ട്. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ എടുക്കാം, അതത്രേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ കണ്ടാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞെന്നുള്ളൂ, നീ വേറെ ഒന്നും വിചാരിക്കണ്ട. സോറി. ശരി.